എന്നുള്ള ആയത്ത് ഏത് ഭാഗത്തുള്ളതാണ് എന്ന്, അതുപോലെ എന്ന അഹ്സാബിൽ ആയത്ത് എവിടെയാണ് എന്നത് സാബിത്ത് ഇബ്നു ഖൈസ് പറഞ്ഞു. ഒന്ന് അഹ്സാബിലും മറ്റൊന്ന് സൂറത്ത് തൗബയുടെ അവസാന ഭാഗത്തുമാണ് എന്ന് വ്യക്തമായ രീതിയിൽ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവിടുന്ന് ഉമർ ഖത്താബ് ചോദിച്ചു, ഇതിന് രണ്ട് സാക്ഷികൾ എവിടെ? സ്വീകരിക്കണമെങ്കിൽ ഇതിന് രണ്ട് സാക്ഷി വേണം, അല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഈ സന്ദർഭത്തിൽ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സാബിത്ത് ഒരാൾക്ക് രണ്ട് സാക്ഷിയാകുന്നു എന്ന്. സാബിത്ത് രണ്ടുപേർക്ക് ഒരു സാക്ഷിയാവും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സയ്യിദ് ഇബ്നു സാബിത്ത് പറയുകയാണ്. അപ്പോ ഉമർ ഖത്താബ് ചോദിച്ചു, അഖ്ബർനി അൻ ദാലിക, ആ വിഷയത്തെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നാൽ. അപ്പൊ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സാബിത്തും നടന്ന വിഷയത്തിനെ വ്യക്തമായ രീതിയിൽ അവിടെ വെച്ച് അവതരിപ്പിക്കുകയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുതിര യുദ്ധത്തിന് വേണ്ടി വാങ്ങാൻ പോകുമ്പോൾ പൈസ തികഞ്ഞില്ല. അയറാബിനോട് പറഞ്ഞു, ഞാൻ കാശെടുത്തു വരട്ടെ എന്ന്. അയറാബി പൈസയുമായി ചെന്നപ്പോ അയറാബി പറഞ്ഞു, ഈ കുതിരയുടെ ഇത് വേറെ ആൾക്ക് വിൽക്കുകയാണ്, നിനക്ക് തന്നിട്ടില്ല എന്ന്, സാക്ഷിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ സാബിത്ത് ഇബ്നു ഖൈസ് അവിടെ മൃഗങ്ങളെയും നോക്കി ആ ഭാഗത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം സാബിത്ത് ഇബ്നു ഖൈസിനോട് പറയുകയാണ്. സാബിത്ത് ഇബ്നു ഖൈസ് എന്ത് ചെയ്തു എന്നറിയാം? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വന്നു. എന്നിട്ട് അയറാബിയോട് പറഞ്ഞു, മുഹമ്മദ് നിന്റെ അടുത്ത് നിന്ന് ഈ കുതിര വാങ്ങിയിരിക്കുന്നു എന്നതിന് ഞാൻ സാക്ഷിയാവുന്നു എന്ന്. അങ്ങനെ കച്ചവടം നടന്നു. കുതിരയുമായി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പോരുമ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, സാബിത്തിനോട്, അല്ല, എങ്ങനെയാണ് ഞങ്ങളുടെ ഇടപാടോ കച്ചവടമോ നീ അറിഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നീ എനിക്ക് സാക്ഷി നിന്നത്? അപ്പോഴാണ് സാബിത്ത് ഇബ്നു ഖൈസ് മനോഹരമായി പറഞ്ഞ വാചകം തഫ്സീർ ഖുർത്തുബിയുടെ മുഖദ്ദിമ വായിച്ചാൽ ഭംഗിയായി മനസ്സിലാവും. അദ്ദേഹത്തിന്റെ സുന്ദരമായ വാചകം എന്താണെന്നറിയാമോ? റൂഹുൽ അമീൻ, വലദുൽ അമീനിലേക്ക് അല്ലമീൻ എന്ന് പറയുന്ന പ്രവാചകന് ഇറക്കിക്കൊടുത്ത ഈ സുന്ദരമായ വചനം സത്യമാകുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കിയത് അങ്ങയുടെ നാവിൽ നിന്നാണ്. മാ കദബൽ ഫുആദു വമാ റആ, പ്രവാചകൻ കണ്ടതോ മനസ്സോ ഒരിക്കലും ഒരു കാപട്യമായ രീതിയിലോ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത അങ്ങ് ഒരു കുതിരയുടെ വിഷയത്തിൽ ഒരിക്കലും കളവ് പറയില്ല, വ്യക്തമായി എനിക്ക് സാക്ഷി നിൽക്കാം എന്ന് സാബിത്ത് ഇബ്നു ഖൈസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ കുതിരയുടെ കടിഞ്ഞാണം പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. അപ്പൊ നബി തിരുമേനി പറയാൻ ഒരു കാലഘട്ടം വരും, ഈ പരിശുദ്ധ ഖുർആനുമായി ചർച്ച വരുമ്പോൾ വബയ്യിനാത്തിൻ മിനൽ ഹുദാ, ഈ സന്മാർഗത്തിന്റെ വെളിച്ചത്തെ കുറിച്ചുള്ള വിശദീകരണമായ ചർച്ചകളും വരുമ്പോൾ നീ ഇതിൽ ഇടപെടേണ്ടി വരും. ഈ വിഷയത്തെ കുറിച്ച് തഫ്സീർ തബരിയുടെ മുഖദ്ദിമയിലാണ് ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾ പിന്നെയും വിശദീകരിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് നബി തിരുമേനിയുടെ വാചകങ്ങളെല്ലാം ഉമർ ഖത്താബിന് പറഞ്ഞു കൊടുക്കുകയും ഈ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് സാബിത്ത് ഇബ്നു ഖൈസിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശുദ്ധ ഖുർആനിലെ രണ്ടായത്തുകൾ ഒന്ന് അഹ്സാബിലും ഒന്ന് ഇതിലും രേഖപ്പെടുത്തി വെച്ചത്. ഇനി അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ സ്വാധീനം വ്യക്തികളിൽ ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് എന്റെ ക്ലാസ് നിർത്തുകയാണ്. കാരണം എനിക്ക് സമയമില്ല, 5:40 ഈ ക്ലാസ് നിർത്തണം. ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് സൂചിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, അത് സമയമില്ലാതെ പോയി. ഒരു സംഭവം കൂടി ഞാൻ സൂചിപ്പിക്കാം. 5:50 ومن يطع الله ورسوله ويخشى الله ويتقي فاولئك هم الفائزون. ഈ ആയത്ത് സൂറത്ത് നൂറിലാണ്. വമൻ യുതഇല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ഒരാൾ അനുസരിച്ചു. വയഖ്ശല്ലാഹ, അല്ലാഹുവിനെ പേടിച്ചു. വയത്തഖീഹി, ധർമ്മനിഷ്ഠയോടുകൂടി സച്ചരിത ബോധത്തോടുകൂടി അല്ലാഹുവിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. ഫൗലാഹിക ഹുമുൽ ഫൈസൂൻ, അവൻ വിജയിച്ചു. ഈ ആയത്തിന്റെ തഫ്സീറിൽ അല്ലാമ തഫ്സീർ ഖുർത്തുബി തന്റെ തഫ്സീറിൽ ഒരു വലിയൊരു സംഭവം പറയുന്നു. ഇതുപോലെ തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം റോമയിൽ നിന്ന്
ഒരു ചെറുപ്പക്കാരനായ ഒരാള് മദീന പള്ളിയുടെ അങ്ങേയറ്റത്തൊരു മൂലയിൽ ഇങ്ങനെ നിന്നുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഇങ്ങനെ ഉരവിടുകയാണ്. ആ സന്ദർഭത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ഫഖാല ലഹു ഉമർ മാ ശഗ്നുക ഖാല അസ്ലംതു ലില്ലാഹ്. എന്താ എന്റെ പ്രശ്നം, എന്താണ് എന്റെ കാര്യം? അപ്പൊ അവിടെ നിന്ന് ആ ആഗതൻ പറയുന്നു, ഞാൻ മുസ്ലിം ആയിരിക്കുന്നു. ഖാല ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, ലിഹാദാ സബബ്, ഇതിനെന്താ കാരണം? ഖാല നഅം ഇന്നി ഖറഅതു തൗറാത വസ്സബൂറ വൽഇൻജീൽ വകസീറൻ മിനൽ കുതുബിൽ അംബിയാ ഫസമീതു അസീറൻ. ഞാന് അവിടെ ബന്ധനസ്ഥനായ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നിടത്തുനിന്നും അവിടെ ഇങ്ങനെ ഇല്ല ഓരോ ഭാഗങ്ങളിലൊക്കെ നടന്നും സഞ്ചരിച്ചും ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നിടത്തുനിന്നൊക്കെ ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ തൗറാത്തിനെയും ഇഞ്ചീലിനെയും പൂർവ്വ ഗ്രന്ഥങ്ങളെ കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കി. യഖ്റഉ ആയത്തുൻ മിനൽ ഖുർആൻ ജമഅ ഫിഹാ കുല്ലു മാ ഫിൽ കുതുബിൽ മുതഖദ്ദിമ ഫഅലിംതു അന്നഹു മിൻ ഇൻദില്ലാഹ് ഫഅസ്ലംതു. ഈ ഗ്രന്ഥങ്ങളിലൊന്നും കാണാത്ത മഹത്തമായ ഒരു കാര്യങ്ങൾ ഞാൻ പരിശുദ്ധ ഖുർആനിൽ കാണുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മുസ്ലിമാവുകയും ചെയ്തു എന്ന്. അപ്പൊ ഖാല ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആഗതനോട് ചോദിക്കുന്നു, മാദിയില്ലായ ഖാല ഖൗലുഹു തആല ഫിൽ ഫറായിദി വറസൂലുഹു ഫിസ്സുനൻ വയഖ്ഷല്ലാഹ ഫീമാ മളാ മിൻ ഉംരിഹി ويتقي فيما بقي من عمره فاولئك هم الفائزون والفائز من نجا من النار ودخل الجنه. فقال عمر قال النبي صلى الله عليه وسلم اوتيت جوامع الكلم. അദ്ദേഹം ആ ആയത്തിനെ ആദ്യം മനസ്സിലാക്കിയ വ്യക്തമായ വിശദീകരണവും നൽകി. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയാണ്, ഊതീത് ജവാമിഉൽ കലിം, എന്നിതിലൊന്നും ഒഴിവാക്കാനില്ല, സമ്പൂർണമായ വാചകങ്ങളാണ് ഇനി പറഞ്ഞത്. അപ്പൊ പരിശുദ്ധ ഖുർആനുമായി നാം കൂടുതലായി അടുക്കാനുള്ള സുവർണമായ സന്ദർഭം അത് ഈ ഖുർആനിന്റെ ഓരോ വരികളിലൂടെ കടന്നു ചെല്ലുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകം വളരെ ശ്രദ്ധേയമാണ്. പരിശുദ്ധ ഖുർആന്റെ ആയത്ത് ഇങ്ങനെ ഓതുമ്പോ അതിന്റെ ഒരു വരി, അതിൽ ഒരു പദം അല്ലെങ്കിൽ ഒരു വെന്ന് മുറിഞ്ഞു പോയാൽ അതിന്റെ ഹുക്കുമ് മുറിഞ്ഞുപോയി. അത്രത്തോളം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരായത്തും കൂനു റബ്ബാനിയീൻ ഇൻ കുന്തും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുന്തും തദ്റുസൂൻ. ഇത് സൂറത്ത് ആൽ ഇംറാനിലാണ് ഈ ആയത്ത്. നിങ്ങൾ ആരാവണം? പരിശുദ്ധ ഖുർആൻ നമ്മളോട് സംസാരിക്കുകയാണ്. കൂനു റബ്ബാനിയീൻ, നിങ്ങൾ റബ്ബാനിയങ്ങളാവണം. ആരാ റബ്ബാൻ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് കൊടുക്കുന്ന വിശദീകരണം അൽ ഹുക്കമാ വൽ ഉലമാ. നിങ്ങൾ ഹക്കീമാവണം, ആലിമീങ്ങളായ പണ്ഡിതന്മാരാവണം. പരിശുദ്ധ ഖുർആൻ പറയാണ് കൂനു റബ്ബാനിയീൻ ഇൻ കുന്തും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുന്തും തദ്റുസൂൻ. ഈ പരിശുദ്ധ ഖുർആൻ നിങ്ങൾ പഠിക്കണം. അത് തദ്റുസൂൻ എന്ന് പറഞ്ഞ തഹ്ഫളൂൻ എന്നാണ് അവിടെ വ്യാഖ്യാനം. പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും ചെയ്യണം. ഈ ആയത്തും വിശദീകരിക്കുന്നിടത്ത് ഒരു സംഭവം കാണാം. ഇതേപോലെ തന്നെ ഷാമുകാരനായ ഒരു വ്യക്തി ഹാറൂൻ റഷീദിന്റെ ദർബാറിലേക്ക് കയറി വരികയാണ്. എന്നിട്ട് വാസിൽ ഇബ്നു അത്താവിനെ പോലെയുള്ള ഹാറൂൻ റഷീദിന്റെ കൊട്ടാരത്തിലുള്ള പണ്ഡിതന്മാരും കൂടി സംവാദം നടക്കുകയാണ്. അതിൽ ഇദ്ദേഹം പങ്കെടുത്തു. അവസാനം ഹാറൂൻ റഷീദ് ഇദ്ദേഹത്തോട് പറയാണ്, ആഗതനായ ഈ ഷാമുകാരനായ വ്യക്തിയോട് ജി മുസ്ലിമാകെ. ക്രിസ്ത്യാനിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, ഞാൻ മുസ്ലിം ആവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദർബാറിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഹാറൂൻ റഷീദിന്റെ ദർബാറിലേക്ക് ആ മനുഷ്യൻ കയറി വരുന്നു. എങ്ങനെ കയറി വരുന്നത്? ഖാല അസ്ലിം അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ നാഥനായ നാഥൻ അംഗീകരിച്ചിരിക്കുന്നു. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബും ലിദിക്രില്ലാഹ് എന്നത് ആ ഇസ്ലാമാകുന്ന ആ പ്രകാശം, ആ പ്രകാശത്തിന്മേൽ പ്രകാശമുള്ള പരിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾ അദ്ദേഹത്തിന്റെ ലലീഫായ മനസ്സിലേക്ക് കടന്നു ചെല്ലുകയും അദ്ദേഹം പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളുമായി കൊണ്ടാണ് ഹാറൂൻ റഷീദിന്റെ കൊട്ടാരത്തിലേക്ക് രണ്ടാമത്തെ കടന്നു ചെല്ലുന്നത്. ഹാറൂൻ റഷീദ് അദ്ദേഹത്തിനെ സ്വീകരിച്ചില്ല.
അങ്ങനെ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ട